ഈ ഒരു വീഡിയോയിൽ അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൻ്റെ ഡിസൈൻസ് ആണ് കാണുന്നത്. എല്ലാം യുണീക്ക് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. അതിലൊരെണ്ണം വരുന്നത് പ്യുവർ മസ്ലിനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ള മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ്, പാറ്റേൺ ആണ് ഇതൊരു ഡിസൈൻ. അതേപോലെ നമ്മൾ കാണുന്ന പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതേപോലെ തന്നെ ക്രേപ്പ് സിൽക്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ബ്ലോക്ക് പ്രിൻറ്റ്സും ലേസും ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളൊരു പാറ്റേൺ. ഇങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്യുവർ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാറ്റേൺ നോക്കാം. അത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് വരുന്നത് ലൈറ്റ് സേജ് ഗ്രീനും അതുപോലെ തന്നെ ഒരു പീച്ച് യെല്ലോ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ഡിസൈൻ. ഇതിൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻറ്റ്സ് ആണ്. ഫ്ലോറൽ പാറ്റേൺ ആണ് ഫുള്ളായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നെക്കിലോട്ട് നമ്മളെപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഉണ്ടല്ലോ, ഓവർലാപ്പ് പാറ്റേൺ, അത് ഡിജിറ്റൽ പ്രിൻ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ കട്ടായി പോവും. നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓവർലാപ്പ് പോലെ തന്നെ ഫീൽ ചെയ്യും. പിന്നെ അതിലെല്ലാം ഹൈലൈറ്റിങ് ഹാൻഡ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ലൈൻസ്, ഒരു സ്ട്രൈപ്സ് ഒക്കെ കൊടുത്ത് ഒരു ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈനിലോട്ട്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ വരും. ഇത് ഫാബ്രിക് പ്യുവർ മസ്ലിനാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ദുപ്പട്ട വന്നിട്ടുള്ള ഷിഫോണാണ്. ഷിഫോണിൽ ആ ഒരു ടോപ്പിലുള്ള കളർ കോമ്പിനേഷൻ കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പ്രിൻസ് വന്നിട്ടുണ്ട്, ചുറ്റും ക്രോഷ്യ ലേസും വരുന്നുണ്ട്. അടുത്തതിൻ്റെ ബോട്ടമാണ്. ഷാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. സെയിം ആ ഒരു ഇതിനോട് മാച്ച് ചെയ്യുന്ന പോലത്തെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിൽ അടുത്ത ഡിസൈനാണിത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് വരുന്നത്. ഇതിലോട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്സ് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഇതിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ്. ഒരു ലീഫ് പാറ്റേണും ഫ്ലോറൽ ഡിസൈനും ഒക്കെ മിക്സ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. നെക്കും ഇതിൻ്റെ ആ പാറ്റേണിൽ തന്നെ വരും. ഹൈലൈറ്റിംഗ് ആയിട്ട് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. ബാക്ക് സൈഡും ഫുൾ ആ ഒരു സെയിം ഡിസൈൻ. ഇതിൻ്റെ ബേസ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ക്രീം കളറിലോട്ടാണ്. പിന്നെ അടുത്ത ദുപ്പട്ട അതേ സെയിം പാറ്റേൺ പോലെ തന്നെ ഷിഫോൺ ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ടോപ്പിനോട് മാച്ച് ചെയ്യുന്ന പോലത്തെ പ്രിൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഒരു ക്രീം കളറിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ലാസ്റ്റ് ഒരു ഡിസൈനും കൂടി ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ക്രീം കളറാണ്, അതിൽ ബ്ലൂ ബ്രൈറ്റ് പിങ്ക് കോമ്പിനേഷനായിട്ട് മിക്സ് ചെയ്തൊരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ. ബാക്ക് സൈഡ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. യോക്കിലോട്ട് ഈ ബോക്സ് പാറ്റേണും അതിലുള്ള ഈ പോൾക്ക ഡോട്ട് പാറ്റേണും ഹൈലൈറ്റിംഗ് ആയിട്ട് കാന്ത വർക്കും ഒക്കെയാണ് യോക്കിലോട്ട് വന്നിട്ടുള്ളത്. അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ഷിഫോണിൽ തന്നെയാണ്. അതിലൊരു വേവ് പാറ്റേണും എൻഡിലേക്കും ചുറ്റുമായിട്ട് ടോപ്പിലുള്ള ആ ഒരു ഫ്ലോറൽ പ്രിൻസും കൊടുത്തിട്ടുണ്ട്. ചുറ്റും ക്രോഷ്യ ലേസും വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ക്രീം കളറിൽ തന്നെയാണ് ഷാൻഡൂൺ ഫാബ്രിക്കിൽ. മൂന്ന് ഡിഫറെൻ്റ് ആണ്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്, നല്ല യുണീക്ക് ആയിരുന്നത്. അടുത്ത് ഇനി നമ്മൾ കാണുന്നത് പ്രിൻറ്റഡ് കോട്ടൺ, പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ഇതിൽ ഫുള്ളായിട്ട് ഒരു ചെറിയ ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിൻസ് ആണ് ഓൾ ഓവർ വന്നിട്ടുള്ളത്. യോക്കിലോട്ട് ഒരു ബോക്സ് പാറ്റേണും ഹൈലൈറ്റിംഗ് ഹാൻഡ് വർക്കും അതിൻ്റെ ഇടയ്ക്കൂടെ സീക്വൻസ് വർക്കും ഒക്കെ വരും. ഷെയ്ഡ് വരുന്ന നേവി ബ്ലൂ ആണ്. ബാക്ക് സൈഡും സെയിം പാറ്റേൺ. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട ഷിഫോൺ ആണ്. ഷിഫോൺ ദുപ്പട്ട ഒരു ഇതിൻ്റെ കോമ്പിനേഷനിൽ തന്നെയുള്ള കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ബോട്ടം വരുന്നത് പ്രിൻ്റ് കോട്ടണിൽ തന്നെയാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതുപോലെ വരും ബോട്ടത്തിൻ്റെ പ്രിൻസ്. ഇതാണ് ഇതിലൊരു ഷെയ്ഡ്. അടുത്ത് ഇതിൻ്റെ വന്നിട്ടുള്ളത് നല്ല ഡീപ്പ് കോഫി ബ്രൗൺ കളറിലോട്ടുള്ള ഒരു ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ. ഇതാണ് യോക്കും എല്ലാം ഒരു കോഫി ബ്രൗൺ കോമ്പിനേഷനിൽ. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട. ബോട്ടം നമ്മൾ നേരത്തെ കണ്ട സെയിം പ്രിൻറ്റിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സ് ഇതിലും അവൈലബിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ കാണുന്ന ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൽ വരുന്നത് ഇതൊരു ഡിസൈനർ സെറ്റും കൂടെയാണ്. ഫാബ്രിക് ക്രേപ്പ് സിൽക്കിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ലൈറ്റ് ലെമൺ ഗ്രീനും ഓറഞ്ചിൻ്റെയും കൂടെ കോമ്പിനേഷൻ. യോക്കിലോട്ട് വരുമ്പം ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് കോമ്പിനേഷൻ, അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഫ്ലോറൽ ഡിസൈൻ എല്ലാം വന്നിട്ടുള്ളത് ആപ്ലിക് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എൻഡിലോട്ട് ലേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. ഓർഗാൻസ ഫാബ്രിക്കിലുള്ള ലേസാണ്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ആ ഫ്ലോറൽ പാറ്റേൺ തന്നെ വരും. സ്ലീവ്സ് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് കിട്ടും. അടുത്തതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ. അതും ഒരു ഡിസൈനർ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഡൈ ചെയ്തിട്ടുണ്ട്. ടോപ്പിലുള്ള ലെമൺ യെല്ലോ കോമ്പിനേഷനും
ക്രീം കളറും പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഫ്ലോറൽ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ചുറ്റും ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓർഗാൻസ ഫാബ്രിക്കിലുള്ള ലേസാണ് വിത്ത് സ്കാലപ്പിംഗ് വരും. ബോട്ടം ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ള പ്യുവർ കോട്ടണിലാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. പിന്നെ ഇതിൽ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് സാൽമൺ പിങ്കും ബ്രൈറ്റ് പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ചെറിയ ഫ്ലവേഴ്സിൽ വന്നിട്ടുള്ളത്. പിന്നെ യോക്കും പാറ്റേണും എല്ലാം നമ്മൾ മറ്റേതിൽ കണ്ട സെയിം പാറ്റേണിൽ തന്നെ വരും. ദുപ്പട്ട വരുമ്പോഴും കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് സാൽമൺ പിങ്ക് ആൻഡ് ക്രീം കോമ്പിനേഷൻ ആൻഡ് ചുറ്റും ആ ഒരു ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതാണ് ദുപ്പട്ട. ബോട്ടം വരുമ്പോൾ കോട്ടൺ തന്നെയാണ്.